ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. തേർഡ് സെമസ്റ്ററിൻ്റെ തന്നെ ഡിസംബർ 2019 നടന്നൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാനിപ്പം മോഡ്യൂൾ 3 and 4 കംപ്ലീറ്റ് ചെയ്തത് കാരണം മോഡ്യൂൾ 3 and 4 ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലീനിയർ ആൾജിബ്രയുടെ ടോപ്പിക്കും കൂടി ഞാൻ ചെയ്തിടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല. കിട്ടുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ഈ പാർട്ട് ബി ഒന്ന് നോക്കാം. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസെഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് എറൗണ്ട് മോഡ് ഇസെഡ് മൈനസ് 1 ഈക്വൽ ടു 1 ആൻഡ് മോഡ് ഇസെഡ് പ്ലസ് 1 ഈക്വൽ ടു 1. രണ്ട് റീജിയൻ തന്നിട്ടുണ്ട് സി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം. നമുക്ക് ഓരോ എല്ലാം കൂടെ ഒന്നിച്ച് നോക്കണ്ട. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇൻ്റഗ്രൽ എഴുതി വെക്കണം. ഇൻ്റഗ്രൽ എന്തുവാണ്? ഫോർത്ത് ക്വസ്റ്റ്യനിലെ എ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസെഡ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് എ ഇഫ് എ ലൈസ് ഇൻസൈഡ് സി. ഇതാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. നമ്മൾ ആദ്യം ഫോർമുല എഴുതി വെച്ചു, പിന്നെയാണ് നമ്മൾ പ്രോബ്ലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഓക്കെ, ഫോർമുല എഴുതി വെച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററാണ് ഇസെഡ് സ്ക്വയർ പ്ലസ് 1. ഈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 എന്നുള്ള പാർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസെഡ് എന്നുള്ളതിനെ ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 1 ഡി ഇസെഡ് എന്ന് എഴുതി കൂടെ. നമുക്ക് ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെഡിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടുന്നുണ്ട്? 1 എന്നും മൈനസ് 1 എന്നും കിട്ടുന്നുണ്ട്. ഈ രണ്ട് പോയിൻറ്റും ഈ നമുക്ക് ഓരോ കർവ് തന്നിട്ടില്ലേ, അതിനകത്തുണ്ടോ ഇല്ലേ നോക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ ഗിവൺ സി ഇസ് ഈക്വൽ ടു മോഡ് ഇസെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിൻ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വെൻ ഇസെഡ് ഇസ് ഈക്വൽ ടു 1, ഇസെഡിന് 1 കൊടുക്കുമ്പോൾ മോഡ് ഇസെഡ് മൈനസ് 1 എന്നുള്ളത് മോഡുലസ് ഓഫ് 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 ലെസ് ദാൻ ഈ റേഡിയസ്. ദെയർഫോർ ഇസെഡ് ഈക്വൽ ടു 1 ലൈസ് ഇൻസൈഡ് സി. ഓർമ്മയില്ല ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അടുത്ത പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസെഡ് മൈനസ് 1 എന്നുള്ളത് മോഡുലസ് ഓഫ് ഇസെഡിൻ്റെ സ്ഥാനത്ത് മൈനസ് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 2. മോഡുലസ് ഓഫ് മൈനസ് 2 എന്തുവാണ്? റൂട്ട് ഓഫ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദെയർഫോർ ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ലൈസ് ഔട്ട്സൈഡ് സി. പുറത്തുള്ള പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതി നിർത്തിയേക്കല്ലേ. അപ്പോൾ ആ ഇൻ്റഗ്രൽ ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 1 ഡി ഇസെഡ് എന്നുള്ളതിൽ ഏത് പോയിൻ്റാണ് പുറത്തു പോയത്? ഇസെഡ് ഈക്വൽ ടു മൈനസ് 1. ഇസെഡ് ഈക്വൽ ടു മൈനസ് 1 എവിടുന്നാണ് കിട്ടിയത്? ഇസെഡ് പ്ലസ് 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ആരാണോ പുറത്തു പോയത് അയാൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം. അതായത് ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഉണ്ടാവുകയും അതിൽ ഒരാൾ അകത്തും ഒരാൾ പുറത്തുമാണെങ്കിൽ പുറത്തു പോയ ആളെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞെന്ന് ഓർക്കണുണ്ടോ? അപ്പോൾ അതേ പുറത്തു പോകാൻ കാരണമായ ഇസെഡ് പ്ലസ് 1, കാരണം ഇസെഡ് ഈക്വൽ ടു മൈനസ് 1 വേണ്ടത് ഇസെഡ് പ്ലസ് 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ? ഇസെഡ് പ്ലസ് 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇസെഡ് ഈക്വൽ ടു മൈനസ് 1 വരുന്നത്. അതുകൊണ്ടാണ് ഇസെഡ് പ്ലസ് 1നെ ന്യൂമറേറ്ററിൽ ഇതാ കൊണ്ടുപോയി ഇസെഡ് പ്ലസ് 1 എന്ന് എഴുതി. ദ ഹോൾ ബൈ ഇസെഡ് മൈനസ് 1 ഡി ഇസെഡ്. ഇനി ഇത് കോഷീസ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് കണ്ടാൽ നമ്മൾ ആദ്യം ഫോർമുല എഴുതി വെച്ചിട്ട് പിന്നെ പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഫോർമുല മാറ്റും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല തന്നെ ഇവിടെ യൂസ് ചെയ്യാം. എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നതാണ് ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് പ്ലസ് 1. ഇവിടുത്തെ ഇസെഡ് മൈനസ് എ ആണ് ഇസെഡ് മൈനസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് എ. ഇവിടുത്തെ എ എന്താണ്? ഇവിടുത്തെ മൈനസ് എയുടെ സ്ഥാനത്ത് ഇവിടെ എ എന്ന് പറയുന്നത് എഫ് ഓഫ് 1. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂമറേറ്ററാണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇസെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെഡ് പ്ലസ് 1. അപ്പോൾ ഇസെഡിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2/2 എന്താ കിട്ടുന്നത്? 1 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ 2 പൈ ഐ എന്ന് കിട്ടി. എന്ത് ഈസി ആയിട്ട് കിട്ടി? അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇസെഡ് പ്ലസ് 1 ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ട് ഗിവൺ സി ആസ് മോഡുലസ് ഓഫ് ഇസെഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഇതേപോലെ ഓരോരുത്തരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെൻ
Z is equal to 1, modulus of Z plus 1 എന്നുള്ളത് modulus of 1 plus 1 എന്നാവും. That is equal to modulus of 2 ആവും. Modulus of 2 എന്ന് പറയുന്നത് എന്താ? root of 2 square, that is 4 ആണ്. root 4 തന്നെ 2 ആണ്. That is greater than this radius 1. Therefore, അങ്ങനെ greater വന്നാൽ Z equal to 1 എന്താ? lies outside C. കർവിന് പുറത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ when Z is equal to -1 കൊടുത്തു നോക്കിയാലോ, modulus of Z plus 1 എന്നുള്ളത് modulus of -1 plus 1 ആവും. That is modulus of 0 which is equal to 0. 0 is less than radius. Therefore, Z equal to -1 lies inside C. ആ പോയിന്റ് അകത്തുള്ളതാണ്. അപ്പോൾ Z equal to -1 എപ്പോഴാണ് വരുന്നത്? Z equal to -1 lies inside inside C എന്നുള്ള പോയിന്റ് Z equal to -1 ആണ്. Z equal to 1 ആണ് നമുക്ക് പുറത്ത് പോയത് അല്ലേ. അപ്പോൾ പുറത്ത് പോകുന്ന ആളെയല്ലേ നമ്മൾ എപ്പോഴും രണ്ട് പോയിന്റ് ഉണ്ടായാലും ഒരാൾ ആരാണോ പുറത്ത് പോകുന്ന ആളെയാണ് നേരത്തെ പോലെ ന്യൂമറേറ്റർ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ Z plus 1 എവിടെ നിന്നാണ് വരണത്? Z minus 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് Z equal to 1 എന്നുള്ള ഈ പുറത്തു പോയ പോയിന്റ് വരുന്നത് ആണല്ലോ. അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ C Z square plus 1 by Z minus 1 into Z plus 1 dz is equal to integral over C. നോക്കിക്കൊള്ളേ, ന്യൂമറേറ്ററിൽ അവിടെ Z square plus 1 ഉണ്ടായിരുന്നു. പുറത്തു പോയ പോയിന്റ് Z equal to 1 വന്നത് Z minus 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് the whole by Z plus 1 dz. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ f of z എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi I ഇൻറ്റു എഫ് ഓഫ് -1. നോക്കിക്കൊള്ളേ, ഇവിടുത്തെ എഫ് ഓഫ് z എന്ന് പറയുന്നത് Z സ്ക്വയർ പ്ലസ് 1 ബൈ Z മൈനസ് 1 ആണ്. ഇസഡിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇത് -1ൻ്റെ സ്ക്വയർ എന്താ? 1 ആണ്. സോ 1 + 1 ബൈ -1 എന്ന് വരും. അതായത് 2 - 2 എന്ന് വരും. ദറ്റ് ഈസ് -1 എന്നാണ് ആൻസർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്താ? -2 pi I എന്ന് ആൻസർ കിട്ടുന്നു. 7 മാർക്കിന് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നോക്കിക്കേ, നമ്മുടെ ഈ ഫോമിലേക്കായിരിക്കും നമുക്കൊരു മാർക്ക് കിട്ടുന്നത്. ഈ പോയിൻറ്റ്സ് Z equal to 1 - 1 ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അകത്താണോ പുറത്താണോ നോക്കത്തില്ലേ, അതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റി എഴുതുമ്പോൾ ലാസ്റ്റ് ആൻസർ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് മാർക്ക് വരുന്നത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫോമിലേക്ക് 1 മാർക്ക്, ഈ 2 പോയിൻറ്റും അകത്താണോ പുറത്താണോ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ 1 മാർക്ക്, പിന്നെ ആരാണോ പുറത്ത് പോയത് അയാളെ ന്യൂമറേറ്റർ കൊണ്ടുപോയി ഒരു സ്റ്റെപ്പ് എഴുതിയില്ലേ, അവിടെ 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്. അതേപോലെ ഇവിടെ പുറത്താണോ അകത്താണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് 1 മാർക്ക്, പുറത്ത് പോയ ആളെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള സ്റ്റെപ്പ് എഴുതിയപ്പോൾ 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതിനെ ഒന്ന് ആലോചിക്കുക. ഫോമിലെയും ഈ അകത്താണോ പുറത്താണോ എന്നൊക്കെ ചെക്ക് ചെയ്യണേ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നോക്കിക്കേ, use Lorentz series of 1 by Z minus 1 into Z minus 2 in 1 less than mod Z less than 2, mod Z greater than 2, 0 less than mod Z minus 1 less than 1. ഈ സെയിം പ്രോബ്ലം ലോറൻസ് സീരീസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലമാണ്. ഇതിനകത്തൊരു സ്റ്റെപ്പ് കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രോബ്ലം വീണ്ടും ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ അന്ന് വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിരുന്ന പോർഷൻ ഇപ്പോൾ ഈ ക്വസ്റ്റിന് പകരം ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അന്ന് ഞാൻ പഠിപ്പിച്ചതുപോലെ ആ വീഡിയോ തന്നെയായിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ അതിൽ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ട് കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് f of z is equal to 1 by z minus 1 into z minus 2 in, അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. മോഡ് സെറ്റ് ലെസ് ദാൻ 1, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് 0 ലെസ് ദാൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ 0 ലെസ് ദാൻ മോഡ് Z minus 1 ലെസ് ദാൻ 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിനകത്ത് ഏതാണ്ട് എല്ലാ പാർട്ടും നമുക്കിനകത്ത് വരുന്നുണ്ട്. ഇത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടും വരും. ആദ്യം നമുക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ 1 by Z minus 1 into Z minus 2, ഡിനോമിനേറ്ററിൽ എത്ര ഫംഗ്ഷനുണ്ട്? ഡിനോമിനേറ്ററിൽ 2 ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന് ആദ്യം ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നത് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിലേക്കകത്ത് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇയാളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഈ 1 by Z minus 1 into Z minus 2നെ സ്പ്ലിറ്റ് ചെയ്ത് A by Z minus 1 plus B by Z minus 2 എന്ന് എഴുതും. That is 1 is equal to A into Z minus 2 plus B into Z minus 1
put z is equal to 2. z ന് 2 കൊടുക്കുമ്പം എന്താ കിട്ടുക? ഈ ടേം 0 ആയി പോവും. 1 is equal to 2 minus 1 എന്ന് പറയുമ്പം b എന്ന് കിട്ടും. സോ b is equal to 1 എന്ന് കിട്ടി. അതേപോലെ put z is equal to 1 കൊടുക്കുവാണെങ്കിൽ 1 is equal to 1 minus 2 എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക, ഓർ a equal to minus 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, therefore നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 1 by z minus 1 into z minus 2 is equal to minus 1 by z minus 1 plus 1 by z minus 2. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. നമുക്കിതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കണം. ഇനിയാണ് നമ്മൾ ഓരോ പ്രോബ്ലം ആയിട്ട് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മോഡ് z ലെസ് ദാൻ 1. അപ്പോൾ റേഞ്ച് കറക്റ്റാണ്. മോഡ് z ലെസ് ദാൻ 1 ആവുന്ന രീതിയിലല്ലേ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ z എവിടെയല്ല? ന്യൂമറേറ്ററിൽ. അപ്പോൾ z ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? സപ്പോസ് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ മോഡ് z ലെസ് ദാൻ 2 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് മോഡ് z ബൈ 2 ലെസ് ദാൻ 1 എന്നുള്ള ഫോമിലാണ് നിൽക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ z ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ നിൽക്കണേ എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സീരീസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് 1 by z minus 1 into z minus 2 is equal to minus 1 by നമ്മൾ എന്താ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്? z minus 1 plus 1 by z minus 2 എന്നല്ലേ. ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ പുറത്തെടുത്തിട്ട് ഇതിനെ 1 plus x raised to minus 1 എന്നുള്ള ഫോമിലാക്കണം, അല്ലെങ്കിൽ 1 minus x raised to minus 1. ആ ഫോമിലേക്ക് ആക്കാനായിട്ട് ആരെ പുറത്തെടുക്കണം എന്നുള്ളത് അത് ഈ റേഞ്ച് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. z ന്യൂമറേറ്ററിലാണെങ്കിൽ ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. z ഡിനോമിനേറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് z ആയിരിക്കും. അപ്പോൾ z ന്യൂമറേറ്ററിലായിട്ട് ഇവിടുന്ന് ആരെ പുറത്തേക്ക് എടുത്താൽ മതി? കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്താൽ മതി. അപ്പോൾ 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എന്നുള്ള രീതിയിലാവാനായിട്ട് -1 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 1 മൈനസ് z എന്നാവും. അതുപോലെ ഇപ്പുറത്താണെങ്കിൽ 1 ബൈ -2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ വരിക? ഇത് z/2 മൈനസ് z/2 പ്ലസ് 1 എന്ന് വരും. -2ൻ്റെ സ്ഥാനത്ത് 1 ആയി, z-ൻ്റെ സ്ഥാനത്ത് -2 ഇല്ലാത്തതുകൊണ്ട് z/-2, അതാണ് -z/2. ഇനി ഈ ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ 1 by 1 minus z, അതുപോലെ ഈ മൈനസ് അങ്ങനെ തന്നെ കിടക്കുവാണ്, -1/2 into 1 minus z/2. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? -z/2 ഫ്രണ്ടിൽ നിന്നതിന് രണ്ടാമത് കൊണ്ടുകൊടുത്തു. ഇനി നമുക്ക് ഫോമുലയുണ്ട് 1 minus x raised to -1 എന്ന് പറഞ്ഞാൽ 1 plus x plus x square plus x cube plus etc. എന്ന് ഫോമുലയുണ്ട്. ഈ ഫോമുല യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിനെ 1 പ്ലസ് അല്ലെങ്കിൽ 1 minus x raised to -1 എന്നുള്ള ഫോമിലാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കോൺസ്റ്റൻ്റ് ആണോ z ആണോ പുറത്തെടുക്കണേന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മലയാളത്തിൽ എഴുതി വെച്ചോളാം. നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ റേഞ്ച് മോഡ് z ലെസ് ദാൻ 1 എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുന്നുണ്ടോ? ഈ തന്നേക്കുന്ന റേഞ്ചിൽ മോഡ് z ലെസ് ദാൻ 1 എന്ന് കാണുമ്പോൾ z എവിടെ നിൽക്കുന്നത്? ന്യൂമറേറ്ററിൽ നിന്നാൽ അവിടുന്ന് പുറത്തേക്ക് എടുക്കേണ്ട കോൺസ്റ്റൻറ്റിനെയാണ്. മലയാളത്തിൽ സൈഡിൽ എഴുതി വെച്ചോ. z ന്യൂമറേറ്റർ നിൽക്കുന്ന രീതിയിലാണ് റേഞ്ച് തന്നേക്കുന്നതെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ഇവിടെ -1 പുറത്തേക്ക് എടുത്തപ്പോൾ 1 മൈനസ് z വന്നു. ഇവിടുന്ന് -2 പുറത്തേക്ക് എടുത്തപ്പോൾ -z/2 പ്ലസ് 1 എന്ന് വന്നു. വേണ്ടോ? അപ്പോൾ അതും 1 മൈനസ് z/2 എന്നുള്ള ഫോമിലായില്ലേ. ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം. 1 minus z the whole raised to -1 minus 1/2 into 1 minus z/2 the whole raised to -1. ഇനി ഇതിനെ വെറുതെ എക്സ്പാൻഡ് ചെയ്ത് നിർത്തിയാൽ മതി. കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയണ്ട, തെറ്റിക്കുകയും വേണ്ട. അപ്പോൾ ഇതിന് എന്താ? ദിസ് ഇസ് ഈക്വൽ ടു 1 minus z raised to -1 ഈ ഫോമുല പോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus z square plus z cube plus etc. minus 1/2 into 1 minus x raised to -1 പോലെയല്ലേ. അപ്പോൾ 1 plus z/2 plus z/2 the whole square plus z/3 the whole cube plus etc. z/2 the whole cube plus etc. ആൻസർ ആയി കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയിരുന്നാലും മതി. വേണമെങ്കിൽ ഈ 1ഉം -1/2 കൂടെ 1/2, z-ഉം -z/4 കൂടെ സിംപ്ലിഫൈ ചെയ്താൽ, z² -z²/4 കൂടെ സിംപ്ലിഫൈ ചെയ്താൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ നിർത്തിയാലും മതി, തെറ്റ് വരുത്തരുതെന്നേ ഉള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഈ മോഡ് z ലെസ് ദാൻ 1ൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കണ്ടോ, എല്ലായിടത്തും z എന്ന് പറയുന്ന ടേം ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. അപ്പോൾ ആ ടേമിനെയാണ് നമ്മൾ മോഡ് z ലെസ് ദാൻ, ഈ റേഞ്ചിനകത്ത് മോഡ് z ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1. ഈ സർക്കിളിനകത്താണ് നമ്മൾ ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഇവിടെ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. ഇതേപോലെ രണ്ട് പാർട്ട് ഉണ്ടെങ്കിൽ അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 ലെസ് ദാൻ മോഡ് z എന്നുള്ള ഒരു പാർട്ട് എഴുതണം, അടുത്ത പാർട്ട് മോഡ് z ലെസ് ദാൻ 2 എന്നുള്ളത് അടുത്ത പാർട്ട് എഴുതണം.
നമുക്ക് എപ്പോഴും എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞത് mod z ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്ത് നിർത്തണം. അതായത് mod z നേരെ ലെസ് ദാൻ പോയിന്റിൽ നിൽക്കണം. ഇവിടെ ലെസ് ദാൻ നിൽക്കുന്ന ആർക്ക് നേരെയാണ്? 1ന് നേരെ. അവിടെ z വരണമെങ്കിൽ എന്ത് ചെയ്താൽ ഈ z ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ 1/mod z ലെസ് ദാൻ 1. അതുപോലെ ഇവിടെ ഇസഡിൻ്റെ നേരെ തന്നെയാണ് ലെസ് ദാൻ നിൽക്കുന്നത്. ബട്ട് ഇപ്പുറത്തെ സൈഡ് എന്തല്ല 1 അല്ല 2 ആണ്. അപ്പോൾ ഇവിടെ 1 ആവാൻ വേണ്ടി മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ mod z/2 ലെസ് ദാൻ 1. ഇപ്പോൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. നമ്മളതിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇസഡ് നിൽക്കുന്ന സൈഡിലേക്കായിരിക്കും ലെസ് ദാൻ എന്നുള്ള പോയിന്റ് നിൽക്കേണ്ടത്. ഇത് ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇസഡ് നിൽക്കുന്ന സൈഡിലേക്ക് ലെസ് ദാൻ്റെ പോയിന്റ് നിൽക്കണം എന്ന് ആലോചിച്ചിട്ട് പ്രോബ്ലം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തി, റീജിയൻ അറേഞ്ച് ചെയ്ത് നിർത്തി. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1/z minus 1 into z minus 2 is equal to a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -1/z minus 1 b എന്ന് പറഞ്ഞാൽ +1/z minus 2. ഇനി ആരെ പുറത്തെടുക്കണം എന്ന് ആലോചിക്കുക. ഇവിടെ 1/z ആണ്. ഇവിടെയാണെങ്കിലോ z/2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് z ന്യൂമറേറ്ററില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ 2 പുറത്തേക്ക് എടുത്താൽ z/2 എന്നുള്ള ടേം എനിക്ക് ഇവിടെ കിട്ടും. 1/z വന്നേക്കുന്ന കാരണം ഈ ടേമിലാണ് നമുക്ക് എന്താ z പുറത്തേക്ക് എടുത്താൽ 1/z വരാൻ ചാൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ 1/z ഉള്ളത് കാരണം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? z പുറത്തേക്ക് എടുക്കുക. അപ്പം -1/z പുറത്തേക്ക് എടുക്കുമ്പോൾ z സ്ഥാനത്ത് 1 ആയി -1/z പ്ലസ് രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് ഞാൻ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 പുറത്തേക്ക് എടുത്തു. അപ്പോഴേക്കും അത് z2 അല്ല -2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ z/-2 +1 എന്ന് വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് -1/z കണ്ടോ, ഈ -1/z ഇൻറ്റു 1 - 1/z the whole raised to -1. ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ടുപോയി -1 ഇട്ടു. അടുത്ത -1/2 ഇൻറ്റു ഈ 1 - z/2നെ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പം ആദ്യം ഞാൻ 1 എഴുതുവാണ്. രണ്ടാമത്തെ ടേമായ -z/2നെ രണ്ടാമത് എഴുതുന്നു. -z/2 the whole raised to -1. ഇപ്പോൾ നമ്മുടെ 1 - x raised to -1 പോലെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ പോരെ. this equal to -1/z ഇൻറ്റു 1 + 1/z plus 1/z the whole square plus etc. -1/2 into 1 plus z/2 plus z/2 the whole square plus z/2 the whole cube plus etc. ആൻസർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തന്നേക്കുന്ന റീജിയനിൽ z നിൽക്കുന്ന സൈഡിലേക്ക് ലെസ് ദാൻ എന്നുള്ള പോയിന്റ് വരണം. ഇനി ഇവിടെ നിന്നാണ് z പുറത്തെടുക്കേണ്ടത്. ഇവിടെ 2 ആണ് പുറത്തെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് ടീച്ചറിന് മനസ്സിലായെന്നാണ് ചോദിക്കാൻ പോണെങ്കിൽ 1/z ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? z പുറത്തേക്ക് എടുത്താൽ ഇവിടെ 2/z അല്ലേ ഉള്ളൂ. എനിക്കിവിടെ 2/z എന്നൊരു ടേം ഇല്ലല്ലോ, എനിക്ക് 1/z അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എന്തെടുത്തത്? z പുറത്തേക്ക് എടുത്തത്. z പുറത്തേക്ക് എടുത്തപ്പോൾ ആദ്യത്തെ ആൾ 1 ആയി, അടുത്ത് 1/z. അപ്പോൾ എൻ്റെ ഈ ടേം വന്നു. അതുപോലെ z/2 എനിക്ക് 2 ഉള്ള ഇക്വേഷൻ ഇത് മാത്രമാണ്. ഈ ഇക്വേഷനിൽ z/2 ആവാൻ വേണ്ടി എന്ത് പുറത്തേക്ക് എടുത്താൽ 2 പുറത്തേക്ക് എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഈ z ന്യൂമറേറ്ററിലുള്ള ടേം ആണെങ്കിൽ അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. z ഡിനോമിനേറ്ററിലാണ് എടുക്കണമെങ്കിൽ ആ ഇക്വേഷനകത്ത് നിന്ന് z ആണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത നമ്മുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? mod z greater than 2. അപ്പോൾ അത് ചെയ്യാം. mod z greater than 2 എന്ന് പറയുമ്പം ഞാനിപ്പോൾ പറഞ്ഞതാണ് z നേരെ എപ്പോഴും എന്ത് സിമ്പിളിൽ നിൽക്കാൻ പാടുള്ളൂ? ലെസ് ദാൻ സിമ്പിളിൽ നിൽക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ mod z greater than 2. ഇതെനിക്ക് എൻ്റെ റീജിയൻ പോലെയല്ല. എനിക്ക് എപ്പോഴും ലെസ് ദാൻ്റെ നേരെ ആരെ വരണം? z വരണം. അപ്പോൾ അങ്ങനെ വരാനായിട്ട് z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 greater than 2/mod z ഓർ 2/mod z ലെസ് ദാൻ 1. ഇതിനെ തിരിച്ചെഴുതുന്നതാണ്. ഇവിടെ വേറെ റീജിയൻ ഇല്ല. ഇവിടെ ഉള്ള ആകെ ഒരു റീജിയനിൽ z ഡിനോമിനേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1/z - 1 ഇൻറ്റു z - 2നെ നമ്മൾ -1/z - 1 എന്നും +1/z - 2 എന്നും എഴുതി. ഈ രണ്ട് പ്രോബ്ലത്തിന് രണ്ട് ടേമിനകത്തും ഒരിടത്ത് നിന്ന് z ഒരിടത്ത് നിന്ന് 2 എന്നും ചിന്തിക്കരുത്. കഴിഞ്ഞതിനകത്ത് 2 റീജിയൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം ഞാൻ ചെയ്തപ്പോൾ അവിടെ എനിക്ക് 2 റീജിയൻ, അപ്പുറത്തെ പേജായിരുന്നു, 2 റീജിയൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? അവിടെ നിന്ന് z-ഉം 2ഉം ഒക്കെ പുറത്തേക്ക് എടുത്തത്. പക്ഷേ ഇവിടെ എന്താണ്? ആകെ ഒരെണ്ണേ ഉള്ളൂ റീജിയൻ. 2/mod z ലെസ് ദാൻ എന്നാണ് കിടക്കുന്നത്. അവിടെ z എവിടെയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്ററിൽ. സോ z-നെ പുറത്തെടുക്കേണ്ടത് -1/z പുറത്തേക്ക് എടുക്കുമ്പം z-ൻ്റെ സ്ഥാനത്ത് 1ഉം -1/z ആയി. നോക്കിക്കേ, 2/z പോലെ താഴെ തന്നെ z വന്നു. പ്ലസ് അടുത്ത ടേമിൽ നമ്മൾ z പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 1 - 2/z. ഓക്കെ, എൻ്റെ ആ ടേം 2/z വന്നു. ഈ 2/z-നേക്കാളും ചെറിയ ടേം 1/z. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ 1/z എന്നുള്ള ടേം. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ -1/z ഇൻറ്റു 1 - 1/z the whole raised to -1 plus 1/z ഇൻറ്റു 1 - 2/z the whole raised to -1. ഇനി എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. -1/z ഇൻറ്റു 1 + 1/z plus 1/z the whole square plus etc. plus 1/z into 1 plus 2/z plus 2/z
the whole square plus etc. Answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 0 ലെസ് ദാൻ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 1 എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z മൈനസ് 1 ഒരു സർക്കിൾ അല്ല, ഇതിനകത്ത് നിന്ന് ആദ്യം എനിക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ, അത് മോഡ് z മൈനസ് 1 ലെസ് ദാൻ 1 ആണ്. ഇതിൻ്റെ അർത്ഥം എവിടെയൊക്കെ z ഉണ്ടോ, ഇവിടെ എല്ലാം z തനിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് എല്ലാ ടേമിലും അതൊരു z തനിച്ചാണ് നിൽക്കുന്നത്. ബട്ട് ഇവിടെ z തനിച്ചാൽ z കൂടെ ഒരു z മൈനസ് 1 ഉണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ z ഉണ്ടോ അത് z മൈനസ് 1 എന്നുള്ള ഫോമിൽ നിൽക്കണം. z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് -1 ബൈ z മൈനസ് 1 എന്നും +1 ബൈ z മൈനസ് 2 എന്നും നിൽപ്പുണ്ട്. z ലെസ് ദാൻ 1 എന്നായിരുന്നെങ്കിൽ നമുക്ക് z പുറത്ത് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ z അല്ല, z മൈനസ് 1. അത് ഈ പ്രോബ്ലത്തിൽ എല്ലായിടത്തും z ഇൻ ടേംസ് ഓഫ് എന്തിൽ നിൽക്കണം, ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ ടേംസ് ഓഫ് z മൈനസ് 1 നിൽക്കണം. സോ ഈ -1 ബൈ z മൈനസ് 1 എന്ന് പറയുന്നത് ഓക്കെയാണ്. z മൈനസ് 1 ഇവിടെയുണ്ട്, ഇതും z മൈനസ് 1, അപ്പോൾ അതിനൊന്നും ചെയ്യേണ്ട. അടുത്ത് നോക്കിക്കോണേ, 1 ബൈ z മൈനസ് 2നെ z മൈനസ് 1 ആക്കാനായിട്ട് z മൈനസ് 1 മൈനസ് 1 എന്ന് എഴുതിയാൽ പോരെ, -2നെ -1 എന്ന് എഴുതിയപ്പോൾ ഒരു z മൈനസ് 1 ഒന്നിച്ച് വന്നു. എനിക്ക് z മൈനസ് 1 ലെസ് ദാൻ 1, z ന്യൂമറേറ്ററിലാണെങ്കിൽ ആരെയും പുറത്ത് എടുക്കേണ്ടത്, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. ഇയാളിൽ നിന്ന് ആരെയും പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആകെ ഒരു ടേമേ ഉള്ളൂ z മൈനസ് 1. പക്ഷേ ഇവിടെ 2 ടേം ഉള്ളതുകൊണ്ട് അവിടുന്ന് ഞാൻ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ -1ൻ്റെ സ്ഥാനത്ത് 1 ആവും, മൈനസ് ഓഫ് z മൈനസ് 1 എന്നായി. Okay, that is equal to -1 by z minus 1. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ മൈനസ് ഓഫ് 1 മൈനസ് z മൈനസ് 1 the whole raised to -1. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, -1 by z മൈനസ് 1 ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ആ ഫ്രണ്ടിലത്തെ മൈനസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. that is equal to -1 by z മൈനസ് 1ഉം മൈനസ് ഓഫ് നമ്മുടെ ഫോമുല അനുസരിച്ച് ഇത് 1 പ്ലസ് z മൈനസ് 1 പ്ലസ് z minus 1 the whole square plus z minus 1 the whole cube plus etc. ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ മോഡ് z പ്ലസ് 1ഓ z മൈനസ് 1ഓ എന്തെങ്കിലും ഉണ്ടെങ്കിൽ z എന്നല്ലാതെ z പ്ലസ് 1 z മൈനസ് 1 അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ എവിടെയൊക്കെ z ആൻസറിലുണ്ടോ അതൊന്നും തനിച്ച് നിൽക്കാൻ പാടില്ല. കണ്ടോ, z മൈനസ് 1 z മൈനസ് 1 z മൈനസ് 1 ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ച് പോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നിൽക്കാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് ഞാൻ ലോറൻസും ടൈലേഴ്സും ഒന്നും എന്താണെന്നൊന്നും പറയാതെ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ആയിരിക്കണം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാളും കൂടുതൽ. അത് എപ്പോഴും ഓർത്തോളാം. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കണം. പിന്നെ ഈ ലോറൻസ് അല്ലെങ്കിൽ ടൈലർ സീരീസ് ചോദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്രോബ്ലത്തിനകത്ത് z നിൽക്കണം, ഇങ്ങനെ തന്നേക്ക്, ഇത് റേഞ്ചാണ് ഈ തന്നേക്കുന്നത്, ഈ ടേമിലാണ് സീരീസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റേഞ്ചായി തന്നേക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ z നിർത്തണം. മോഡ് z ലെസ് ദാൻ 1 ഈ ഒരു ഫോമിലായിരിക്കണം എല്ലാവരും നിൽക്കേണ്ടത്. എവിടെയൊക്കെ z-ൻ്റെ അടുത്ത് ഗ്രേറ്റർ ദാൻ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ, ഏതൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ വന്നില്ലേ, മോഡ് z ഗ്രേറ്റർ ദാൻ 2 വന്നു. പക്ഷെ അത് സാരമില്ല, നമുക്ക് z എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ്റെ നേരെ നിൽക്കണം. അതൊന്നും ഭയങ്കരമായിട്ട് ഓർമ്മിച്ചോളാം. മോഡ് z-ൻ്റെ നേരെ എപ്പോഴും എന്ത് സിമ്പലിൽ നിൽക്കാവൂ, ലെസ് ദാൻ എന്നുള്ള ഈ സിമ്പൽ മാത്രമേ നിൽക്കാവൂ. ഇപ്പുറത്ത് 1 വരുന്ന രീതിയിലുമാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇവിടുന്ന് ആരെ, കോൺസ്റ്റൻറ്റിനെയാണോ z-നെയാണോ പുറത്തെടുക്കണേന്ന്. ഇവിടെ മോഡ് z ബൈ a എന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ എന്ത് പുറത്തേക്ക് എടുക്കണം, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. ടേക്ക് കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, അതുപോലെ എ ബൈ മോഡ് z ലെസ് ദാൻ, ഇങ്ങനെ മോഡ് z ലെസ് ദാൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ എ ബൈ മോഡ് z എന്നുള്ള ഫോമിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് ടേക്ക് z ഔട്ട്സൈഡ്, z നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. ഇതാണ് നമ്മുടെ ഫോമുല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, യൂസ് കോഷീസ് റെസിഡ്യൂ തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c z ഇൻറ്റു e റൈസ് ടു പൈ z ബൈ z റൈസ് ടു 4 മൈനസ് 16 d where c is the ellipse 9x² plus y² equal to 9. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്തില്ല അല്ലേ, c സർക്കിൾ വരുന്ന പ്രോബ്ലം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതായത് നമുക്കിങ്ങനെ ഇപ്പോൾ എലിപ്സ് എന്നൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞിട്ട് ഈ പ്രോബ്ലം നമുക്ക് ആദ്യം എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വയ്ക്കാം. ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, 5th ക്വസ്റ്റ്യൻ എ പാർട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ c z e raised to pi z by z raised to 4 minus 16 dz where c is the ellipse 9x² plus y² is equal to 9. എലിപ്സ് ആണെന്ന് വരെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, പോട്ടെ, അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുണ്ടെങ്കിൽ വേണ്ട, അതവിടെ മാറ്റി നിർത്താം. നമുക്ക് അറിയുന്ന കാര്യം വെച്ച് എത്ര മാർക്ക് കിട്ടും നോക്കിയിട്ട് പിന്നെ ഞാൻ ഇത് പറഞ്ഞു തന്നാൽ പോരെ. എന്തായാലും റെസിഡ്യൂ തിയറമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെസിഡ്യൂ തിയറം എന്തുവാണ്, ഇൻ്റഗ്രൽ ഓവർ c f of z dz is equal to 2 pi I into
സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. ഇപ്പം ഈ പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേപോലെ എഴുതണം. നമുക്ക് ആദ്യത്തെ മാർക്ക് റെസിഡ്യൂ തിയറത്തിൻ്റെ മാർക്ക് ഞാനിവിടെ മേടിച്ചിട്ട് പിന്നെ ബാക്കി അങ്ങോട്ട് വേറെ എന്തിലേക്കും പോകത്തുള്ളൂ. അപ്പോൾ ഈ റെസിഡ്യൂ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോൾ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ആ പോൾ ഈ കർവിനകത്തുണ്ടെങ്കിലാണ് ആ പോയിൻറ്റ്സിന് മാത്രം നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ പോൾ ഫൈൻഡ് ചെയ്യുക എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിന് 0ക്ക് കൊടുക്കണം. Z⁻4 - 16 = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പം Z⁻4 = 16. അല്ലെങ്കിൽ Z⁻4 - 16 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേ Z² - 16 Z² - 4 × Z² + 4 = 0 എന്ന് എഴുതി കൂടെ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം A² - B², A - B × A + B = A² - B² എന്നല്ലേ. അപ്പോൾ A - B എന്നുള്ളതാണ് ഞാൻ ഇവിടുത്തെ Z⁻4നെ Z² - 16 എന്ന് തന്നെ 4² അതുകൊണ്ടാണ് -4 ഇൻറ്റു ഇവിടെ അടുത്ത് Z² + 4 എന്ന് എഴുതിയ. ഇനി ഇതിൽ ഓരോന്നിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ Z² - 4 = 0 ആൻഡ് Z² + 4 = 0. അപ്പോൾ ഇവിടുന്ന് Z² = 4 എന്ന് കിട്ടും. Z = +or-2. ഇവിടെ നിന്നാണെങ്കിലോ Z² = -4 എന്ന് കിട്ടും. Z = +or-2i എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിൻ്റ് ഇവിടെ കിട്ടിയ Z = 2 ഉണ്ട്, -2 ഉണ്ട്, 2 അതുപോലെ -2i +2i അല്ലേ. ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് 4 പോയിൻറ്റ്സ് ഉണ്ട്. ഇനി ഇതെല്ലാം ഇത് തന്നിട്ടുള്ള കർവിനകത്തുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പം ഇത്രയും എഴുതിയപ്പം പോളിൻ്റെ ഓർഡറും കൂടെ എഴുതണം. ഇത് ഞാൻ സിമ്പിൾ പോളാന്ന് പറയും. കറക്റ്റാണോ? കാരണം പോൾ ഓഫ് ഓർഡർ നോക്കിക്കേ Z² - 4 1 ഇത് രണ്ടിൻ്റെ പവർ 1 ആണ്. അപ്പോൾ സിമ്പിൾ പോൾ. ഇത്ര എഴുതിയപ്പോൾ എനിക്ക് ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഫോമിലേക്ക് 1 മാർക്കും ഈ സിമ്പിൾ പോളാന്ന് എഴുതിയപ്പോൾ എനിക്ക് 1 മാർക്കും കിട്ടി. ഇനി അടുത്ത എൻ്റെ മാർക്ക് ഇത് കർവിനകത്ത് ആരൊക്കെ കർവിന് പുറത്ത് ആരൊക്കെ എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്തുമ്പോഴാണ് അടുത്ത എൻ്റെ മാർക്ക് കിട്ടാൻ പോകുന്നത്. ഈ 2 മാർക്ക് നമുക്ക് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ പ്രയാസമാണെങ്കിലും നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? ഇതുപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ഈ ഒരു ചാപ്റ്റർ എനിക്ക് കർവ് അറിയില്ല എന്ന് പറഞ്ഞ് നിർത്തരുത്. നമുക്ക് ഇതേപോലെ റെസിഡ്യൂന്ന് കണ്ടു റെസിഡ്യൂവിൻ്റെ ഫോമിൽ എഴുതുക. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ പോൾ വേണം. പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കർവ് അകത്താണോ പുറത്താണോ എന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഓക്കെ വിട്ടോ. പക്ഷേ 2 മാർക്ക് നമുക്ക് കിട്ടുന്നില്ല. ഈ 2 മാർക്ക് മേടിച്ചിട്ടേ വരാവും. ഈ 9x² + y² = 9 എങ്ങനെ വരയ്ക്കും? നമുക്ക് ഈ 9x² + y² = 9 ഒന്ന് എടുത്തെഴുതാം. ഈ 9 കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് കാരണം നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നെ x² + a² + y² / b² = 1 എന്ന് അറിയാവുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ആക്കാനായിട്ട് ഞാൻ 9 കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ x²/1 എന്ന് വരൂലേ. 9x² / 9 ആണ് x²/1 + y²/9 = 1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എലിപ്സാണ്. പക്ഷേ എലിപ്സിൽ x ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് 1,0യും -1,0യും y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് a² b² എന്നാണ്. അപ്പം 3 9 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാണ്? 3² ആണ്. അപ്പോൾ 0,3യും 0,-3. അതായത് ഇവിടെയാണ് 0,3 എങ്കിൽ 0,-3 ആണ് ഇവിടെ വരുന്നത്. അതുപോലെ 1,0 ഇവിടെയും -1,0 ഇവിടെയും 1,0 ഇവിടെയാണ്. ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. ഈ എക്സിൻ്റെ താഴെയുള്ള പോയിൻ്റാണ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്, വൈയുടെ താഴെയുള്ള പോയിൻ്റാണ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. പക്ഷേ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ളത് a² b² എന്നുള്ള ഫോമുലയിൽ a മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി ഓരോ പോയിൻ്റായിട്ട് നോക്കുക. -2 എനിക്കിവിടെ -1 ഉള്ളൂ. അപ്പോൾ -2 എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. അപ്പം -2 അകത്തല്ല, പുറത്താണ്. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 1,0 വരെയുള്ളൂ. 2 അതിന് ശേഷമാണ് ഈ 2 എന്നുള്ള പോയിൻ്റ് വരുന്നത്. സോ അതും അകത്തല്ല. ഇനി -2y എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിൽ വരുന്നതാണ്? y ആക്സിസിൽ വരുന്ന പോയിൻ്റാണ്. സോ -2y എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 0,3 വരെയുണ്ട്. അപ്പം -2y എന്ന് പറഞ്ഞാൽ അത് 0,2 എന്നാണ് എൻ്റെ അർത്ഥം. -2yയുടെ അർത്ഥം എന്താണെന്നറിയോ? 0,2 എന്നാണ്. അപ്പോൾ ആ 0,2 എന്നുള്ള പോയിൻ്റ് ഇവിടെ അല്ലേ വരണേ? താഴെയല്ലേ വരുന്നത്? താഴെ 0,-3 ആണ് ഇതെങ്കിൽ 0,-2 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന പോയിൻ്റാണ്. സോ അത് അകത്താണ്. അപ്പം അതുപോലെ 2y എന്നുള്ള പോയിൻ്റ് എന്തുവാണ്? 2y എന്നുള്ള പോയിൻ്റ് 0,2 എന്നാണ് മീനിങ്. അപ്പോൾ അതും അകത്തുള്ള പോയിൻ്റാണ്. അപ്പോൾ ഏതൊക്കെ അകത്തുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്? Z is equal to -2y, 2i lies inside C and Z is equal to -2, 2 lies outside C. ഈ സ്റ്റെപ്പ് എഴുതുമ്പോഴേ അടുത്ത 1 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ മാത്രമേ 1 മാർക്കിന് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പടം വരച്ച് നോക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട, അത് വിട്ടോ. അറിഞ്ഞുവിടാന്ന് വേണമെങ്കിൽ അങ്ങനെ വിട്ടേക്കാം നമുക്ക്. പക്ഷേ ഈ 2 മാർക്ക് എനിക്ക് മേടിച്ചിട്ട് വരണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അകത്തുള്ള പോയിൻറ്റ്സിന് മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
at z is equal to minus 2y. Residue find ചെയ്യണം. Residue of f of z at z is equal to minus 2y is equal to formula എന്താണ്? Limit z tends to minus 2y z minus a. z minus a എന്ന് പറയുമ്പോൾ z minus of minus 2y z plus 2y into f of z. ഇവിടുത്തെ f of z എന്ന് പറയുമ്പോൾ z into e raised to pi z by z raised to 4 minus 16 നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതിലും നമുക്ക് z പ്ലസ് 2y എവിടുന്നാണ് വന്നത്? ഈ z സ്ക്വയർ പ്ലസ് 4നെ ഇക്വേറ്റ് ചെയ്തപ്പോൾ വന്നതാണ്. മറ്റത് z സ്ക്വയർ മൈനസ് 4 എന്നതിനെ നിന്നോട്ടെ. z സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എന്താ ഉള്ളത്? z സ്ക്വയർ പ്ലസ് 4 എന്നാണ് ഉള്ളത്. ഈ z സ്ക്വയർ പ്ലസ് 4 ആണ് ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 2y z പ്ലസ് 2y ഇൻറ്റു z ഇൻറ്റു ഇ റേസ് ടു പൈ z ബൈ z സ്ക്വയർ മൈനസ് 4 ഇൻറ്റു നോക്കിക്കേ z സ്ക്വയർ പ്ലസ് 4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് z പ്ലസ് 2y ഇൻറ്റു z മൈനസ് 2y വരുന്നത്. സോ ഈ z പ്ലസ് 2yയും z പ്ലസ് 2yയും ക്യാൻസലായി പോയി. ബാക്കിയുള്ള ആൾക്കാർക്ക് മൈനസ് 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് 2y ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 പൈ ഐ. ഇസെറ്റിൻ്റെ സ്ഥാനത്ത് മൈനസ് 2y കൊടുക്കുമ്പോഴാണ് ഇ റേസ് ടു മൈനസ് 2 പൈ ഐ ദ ഹോൾ ബൈ ഇസെറ്റിൻ്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? 2i minus 2i the whole square minus 2i the whole square minus 2 ൻ്റെ സ്ക്വയർ എന്താ? 4. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1 ആണ്. സോ അത് മൈനസ് 4 മൈനസ് 4 എത്രയാണ്? മൈനസ് 8. ആദ്യത്തെ ബ്രാക്കറ്റ്. അടുത്ത z മൈനസ് 2iയിൽ മൈനസ് 2i മൈനസ് 2i എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 4i. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ ഐയും ക്യാൻസലായി. ഇനി ഈ 2ഉം ഇവിടുത്തെ ഒരു 4ഉം ക്യാൻസലായി. ഇവിടെ 2 വരുന്നുണ്ട്. ഇനി ഈ മൈനസും പ്ലസ് ആണുണ്ട്. മുകളിലത്തെ മൈനസ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. സോ എന്താ പറയണേ? ഇ റേസ് ടു മൈനസ് 2 പൈ ഐ മുകളിലത്തെ മൈനസ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. 8 ഇൻറ്റു 2 എത്രയാണ്? 16. ഇതാണ് എൻ്റെ ആൻസർ. അതേപോലെ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും സിമ്പിൾ പോളാണ്. സിമ്പിൾ പോളിൻ്റെ ഫോർമുല എന്ന് പറയുമ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2y ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 2y z മൈനസ് 2y ഇൻറ്റു z ഇൻറ്റു ഇ റേസ് ടു പൈ z ബൈ z സ്ക്വയർ മൈനസ് 4നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. z സ്ക്വയർ പ്ലസ് 4നെ മാത്രം ഇതേപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. മുകളിൽ നോക്കി തന്നെ ഞാൻ എഴുതുന്നത് z പ്ലസ് 2y ഇൻറ്റു z മൈനസ് 2y. അപ്പോൾ z മൈനസ് 2y z മൈനസ് 2y ക്യാൻസലായി. ബാക്കി ഇനി 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2y ഇൻറ്റു ഇ റേസ് ടു 2i പൈ ബൈ 2yയുടെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 4 മൈനസ് 8 ഇൻറ്റു അടുത്തെന്താ പറയുന്നത്? 2y പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 4i വരുന്നുണ്ട്. ഐ ക്യാൻസൽ ആണ്. 2ഉം 4ഉം പോകുമ്പോൾ ഇവിടെ 2 വരുന്നുണ്ട്. സോ ദിസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു 2i പൈ ബൈ 16. therefore integral over c നിങ്ങളുടെ ക്വസ്റ്റ്യൻ z e റേസ് ടു പൈ z ബൈ z റേസ് ടു 4 മൈനസ് 16 dz is equal to 2 pi I ഇൻറ്റു minus of e raised to minus 2i pi by 16 minus of e raised to 2i pi by 16 എന്ന് പറഞ്ഞ് എഴുതി നിർത്താം. ഇതിനെ വേണമെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഈ 16നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ആയിട്ട് പോയിട്ട് ഇവിടെ 8 വരും. ഈ മൈനസും പുറത്ത് വരും. ഇ റേസ് ടു മൈനസ് തീറ്റ മൈനസ് ഇ റേസ് ടു തീറ്റ എന്നൊക്കെ നമുക്ക് ഫോമുല ഉണ്ട്. അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോസ് എച്ച് തീറ്റ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. വേണ്ട, ഇവിടെ വെച്ച് നിർത്തിയാലും മതി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റെസിഡ്യൂ തിയറി യൂസ് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്ര എത്തിയപ്പം 3 മാർക്കാണ്. ഓരോ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നതിനും ഇതിപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഓരോ റെസിഡ്യൂവിൻ്റെ ഫോമുലയ്ക്ക് 1 മാർക്ക്, എൻ്റെ ആൻസറിന് 1 മാർക്ക്, ലാസ്റ്റ് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും 1 മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രൽ 0 to 2 pi d തീറ്റ ബൈ √2 മൈനസ് കോസ് തീറ്റ ചെയ്യാവോ? നമുക്ക് എന്തുവാ ഈ ടൈപ്പ് 1 ആകുമ്പോൾ തന്നെ നമ്മൾ ലെറ്റ് സി ബി മോഡ് z ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വെയർ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് അല്ലേ. ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് എന്ന് എഴുതി. അടുത്തെന്താ നമ്മൾ ചെയ്യേണ്ടത്? കോസ് തീറ്റയ്ക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഇസെഡ് പ്ലസ് 1/z ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എൽ സി എടുക്കുമ്പം ഇസെഡ് സ്ക്വയർ പ്ലസ് 1/z എന്ന് വരുന്നുണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 2 pi d theta by √2 minus cos theta is equal to integral over c d theta എന്ന് പറഞ്ഞാൽ dz by iz the whole by √2 minus z square plus 1/2z. നോക്കിയാൽ z square plus 1/2z ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.
ഇനി ഇത് നമ്മളൊന്നുകൂടെ ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസെഡ് ബൈ ഐ ഇസെഡ് ദ ഹോൾ ബൈ 2z ഇവിടെ എൽ സി എടുത്താൽ 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു ഇസെഡ് മൈനസ് ആ മൈനസ് അകത്തേക്ക് പോകുമ്പം മൈനസ് ഇസെഡ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ ബൈ 2z. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഇസെഡ് ഇസെഡ് അങ്ങ് ക്യാൻസലായിപ്പോയി. 2 മുകളിലേക്ക് പോകുമ്പം ഇത് 2 ബൈ ഐ എന്ന് വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ 2 ബൈ എന്നല്ലേ, ഇവിടെ ഒരു ഐ ഉണ്ട്, ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ 2 ബൈ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസെഡ് ബൈ, ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുത്താലേ ബ്രാക്കറ്റിനകത്ത് ഇസെഡ് സ്ക്വയർ മൈനസ് 2 റൂട്ട് 2 ഇസെഡ് പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ആ മൈനസിനെ കൂടെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇട്ടാൽ ദിസ് ഇസ് ഈക്വൽ ടു minus 2 by I into integral over C f of z dz. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതി. ഇക്വേഷൻ 1 can be solved using Cauchy's residue theorem. Cauchy's residue theorem യൂസ് ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ Cauchy's residue theorem എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz എന്ന് പറഞ്ഞാൽ 2 pi I into sum of residue inside C. സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി എന്നുള്ള ഫോമുലയിലാണ് ചെയ്യാൻ പോലെ. നമുക്കത് ചെയ്യാമോ? ദറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് പോൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇസെഡ് സ്ക്വയർ മൈനസ് 2 റൂട്ട് 2 ഇസെഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 2 റൂട്ട് 2 ആണ്, സി എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാം ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓൺ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് ഫോമുലയുണ്ട് അല്ലേ. അപ്പോൾ ആ ഫോമുലയിൽ കൊടുക്കുമ്പം മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2 പ്ലസ് ഓൺ മൈനസ് റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 ആണ്, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. സോ അത് 8 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 ദറ്റ് ഇസ് മൈനസ് 4 ദ ഹോൾ ബൈ 2a 2 എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 2 പ്ലസ് ഓൺ മൈനസ് റൂട്ട് 4 എന്ന് വരുന്നുണ്ട്. ദറ്റ് ഈസ് 2 ബൈ 2. അപ്പോൾ നോക്കിക്കേ, ഈ 2 റൂട്ട് 2 പ്ലസ് ഓൺ മൈനസ് 2 ബൈ 2 നിന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് റൂട്ട് 2 പ്ലസ് ഓൺ മൈനസ് 1 ബൈ 2 ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ ഇസെറ്റിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടണേ? റൂട്ട് 2 പ്ലസ് 1 എന്നും കിട്ടുന്നുണ്ട്. ഇസെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 എന്നും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പോൾ ഓർഡർ എന്തുവാണ്? സിമ്പിൾ പോളാണ്. എങ്ങനെയാണ് അത് സിമ്പിൾ പോളാന്ന് പറയാൻ കാരണം? ഇതിൻ്റെ പവർ എന്താണ്? 1 ആയത് കാരണമാണ് ഞാൻ അതിനെ സിമ്പിൾ പോൾ എന്ന് പറയാൻ കാരണം. ഇനി ഈ തന്നേക്കുന്ന പോൾ കർവിന് അകത്താണോ പുറത്താണോ നോക്കിക്കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ കർവിന് അകത്താണോ പുറത്താണോ നോക്കാനായിട്ട് മോഡ് ഇസ് ഈക്വൽ ടു 1 അല്ലേ നമ്മുടെ ഗിവൻ കർവ്. അപ്പോൾ മോഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റൂട്ട് 2 പ്ലസ് 1. റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എൻ്റെ ഫോമുല എങ്ങനെയാണ് വരുന്നത്? റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ് പ്ലസ് 1 പ്ലസ് 2ab അതായത് 2 റൂട്ട് 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇത് റൂട്ടിനകത്താണ്, റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ടിനകത്താണ് ഈ വാല്യൂ ഇങ്ങനെ വരുന്നത്. അപ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ റൂട്ട് ഓഫ് 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പറഞ്ഞു കൊളമാക്കി റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പം എ പ്ലസ് റൂട്ട് 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നതാണ്. അങ്ങനെ ആ റൂട്ട് പോവും. റൂട്ട് ഇല്ലാണ്ടാണ് 2 പ്ലസ് 1 പ്ലസ് 2 റൂട്ട് 2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 റൂട്ട് 2. എന്തായാലും 3 പ്ലസ് സംതിങ് എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെയർഫോർ റൂട്ട് 2 പ്ലസ് 1 ലൈസ് ഔട്ട്സൈഡ് സി, തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. അപ്പോൾ നോക്കിക്കേ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇസെഡ് ഇസ് ഈക്വൽ ടു അടുത്ത പോയിന്റ് എന്തുവാണ്? റൂട്ട് 2 മൈനസ് 1. ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 എടുക്കുവാണെങ്കിൽ മോഡ് ഇസെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റൂട്ട് 2 മൈനസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റൂട്ട് 2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? റൂട്ട് 2 മൈനസ് 1 എന്ന് മാത്രമാണ് അല്ലേ. ഞാനും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. റൂട്ട് ഓഫ് 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ 1 പ്ലസ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ് എന്ന് പറയുമ്പം 2 പോയിൻറ്റ് സംതിങ്, അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെയർഫോർ ദാറ്റ് പോയിൻറ്റ് ലൈസ് ഔട്ട്സൈഡ് സി. ഇനി ഇവിടെ നോക്കുമ്പം റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.49 സംതിങ്, മൈനസ് 1 എന്ന് പറയുമ്പോൾ അതെന്താ? അത് 1-നെക്കാളും ചെറിയ ക്വാണ്ടിറ്റിയാണ്. ദെയർഫോർ ഇസെഡ് ഇസ് ഈക്വൽ ടു, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ നോക്കുക, 1-നെക്കാളും ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ലൈസ് ഇൻസൈഡ് സി, കർവിനകത്താണ്. അപ്പോൾ ഈ പോയിന്റിന് മാത്രം നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ദെയർഫോർ സിമ്പിൾ പോളും അല്ലേ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു റൂട്ട് 2 മൈനസ് 1
ഇസെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ √2 - 1 ഇൻറ്റു നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുമ്പം നോക്കിക്കേ 1 ഈ മൈനസ് ഞാൻ പുറത്തിട്ടിട്ടുണ്ട് 1/z² - 2 √2 z + 1 എന്ന്. അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ രണ്ട് വാല്യൂ കിട്ടിയത്. ഓക്കെ, അപ്പം അത് എങ്ങനെ എഴുതിയാൽ മതി? 1/z + √2 z - √2 + 1 എന്നും അടുത്ത z മൈനസ് ബ്രാക്കറ്റിനകത്ത് √2 - 1 എന്നും. നമ്മുടെ z - √2 - 1ഉം z - √2 - 1ഉം ക്യാൻസലായി പോകും. അടുത്ത ഇസെറ്റിന് √2 കൊടുക്കുമ്പം 1/z സ്ഥാനത്ത് √2 - 1 കൊടുത്തു -√2 + 1 ഉണ്ട് അവിടെ. ഈ മൈനസ് അകത്തേക്ക് പോകുമ്പം ഈ √2 ക്യാൻസൽ ആവുന്നുണ്ട്. ഈ മൈനസ് കൂടെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? -1 വരുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ -1/2 ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. കാണുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ചെറിയ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നോക്കിക്കോളൂ. Therefore, integral over C f of z dz is equal to 2πi into sum of the residue inside C എന്നല്ലേ? അത് ഇവിടുത്തെ -1/2 ആണ്. 2ഉം പോകുമ്പോഴേക്കും ആൻസർ -πi എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ 1 കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2π dθ by √2 - cos θ. √2 - cos θ is equal to നമുക്കിവിടെ ഫ്രണ്ടിൽ ആരുണ്ടായിരുന്നു? -2/i ഉണ്ടായിരുന്നു. സോ -2/i ഇൻറ്റു ഇപ്പം കിട്ടിയ ആൻസർ -πi. നോക്കിക്കേ, i ക്യാൻസലായി, മൈനസും കൂടെ +i. സോ ആൻസർ 2π എന്ന് കിട്ടി. എന്ത് കുഞ്ഞ് ആൻസറാണ് കിട്ടിയെന്ന് നോക്കിക്കേ. അപ്പം നമ്മൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് എന്താ കോണ്ടർ ഇൻ്റഗ്രേഷൻ കാണുമ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും നമുക്ക് 1 മാർക്കാണ്, ഇത്രയും കറക്റ്റ് ആകുമ്പോഴേക്കും. അത് ഇതിനകത്ത് കൊണ്ടുപോയി ഈ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് 1 മാർക്കാണ്. കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും 1 മാർക്ക്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 പോയിന്റ്സ് ഫൈൻഡ് ചെയ്തപ്പോഴേക്കും 1 മാർക്ക്. അത് സിമ്പിൾ പോളാന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ 1 മാർക്ക്. ആരാണ് അകത്ത് പുറത്തുനിന്ന് ഡിസൈഡ് ചെയ്തപ്പോഴേക്കും 1 മാർക്ക്. റെസിഡ്യൂ ഫൈൻഡ് ചെയ്തപ്പോൾ 1 മാർക്ക്. ലാസ്റ്റ് ആൻസറിൽ എത്തിയപ്പോൾ 1 മാർക്ക്. ഇങ്ങനെ എൻ്റെ 8 മാർക്ക് വരുന്നത്. ഈ സ്റ്റെപ്പ് എത്തുമ്പോൾ 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ 1 മാർക്ക്, ഇങ്ങനെ 8 മാർക്ക് വരുന്നത്. അപ്പം ഈസിയാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ റിയൽ ഇസെഡ് dz അലോങ് റിയൽ ആക്സിസ് ഫ്രം 0 to 1. ഈ റിയൽ ആക്സിസ് ഫ്രം 0 to 1 നമുക്ക് ആ പാഠം ഒന്ന് വരച്ചിട്ട് തുടങ്ങാം. നോക്കിക്കേ, എക്സ് ആക്സിസ് വൈ ആക്സിസിൽ റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ 0,0 to 1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 1,0. ആൻഡ് നോക്കിക്കേ, ആൻഡ് ദെൻ അലോങ് ടു സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ഇമാജിനറി ആക്സിസ് ഫ്രം 1 to 1 + 2y. ഇമാജിനറി ആക്സിസിന് പാരലായിട്ടൊരു സ്ട്രേറ്റ് ലൈൻ, അത് 1 മുതൽ, അതായത് 1,0 മുതൽ 1 + 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 1,2 ആണ്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് 1,2 വരെ. അപ്പോൾ ഇതിൻ്റെ പേര് എഴുതാം OAB എന്ന് ഞാൻ പേര് എഴുതി. ഇതിനകത്ത് ഇൻ്റഗ്രൽ ഓവർ സി റിയൽ ഇസെഡ് dz നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ സി റിയൽ ഇസെഡ് dz. ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? x + iy ആണ്. അപ്പോൾ dz എന്ന് പറഞ്ഞാൽ എന്താണ്? dx + i dy ആണ്. അപ്പോൾ റിയൽ ഇസെഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ആണ് റിയൽ ഇസെഡിന് പകരം, dz സ്ഥാനത്ത് ഞാൻ dx + i dy എന്ന് എഴുതി. എനിക്ക് ഇൻ്റഗ്രൽ വരുമ്പോൾ എല്ലാം ഒരു ഒറ്റ വേരിയബിളിലായിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് ഈ പാത്ത് നോക്കാം, ഓരോ പാത്തായിട്ട്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഇൻ്റഗ്രൽ ഓവർ OA ഫൈൻഡ് ചെയ്യണം, ഇൻ്റഗ്രൽ ഓവർ ABയും ഫൈൻഡ് ചെയ്യണം, എങ്കിലേ ഇൻ്റഗ്രൽ ഓവർ സി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ അലോങ് OA ആദ്യം ഫൈൻഡ് ചെയ്യണേ. OA എന്ന് പറയുന്നത് എന്ത് ആക്സിസാണ്? എക്സ് ആക്സിസാണ്. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആണ്. മൾട്ടിപ്പിൾ ഇൻ്റഗ്രലൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ y = 0 ആണ്. അപ്പോൾ അവിടെ dy എന്ന് പറഞ്ഞാൽ എന്തായി പോവാണ്? 0 ആയി പോവാണ്. അപ്പം നിങ്ങളുടെ ഈ ഇൻ്റഗ്രൽ ഓവർ സി റിയൽ ഇസെഡ് dz എന്ന് പറയുന്ന ഈ ഇക്വേഷനകത്ത് y 0 ആവും, dy 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി x dx ആവുള്ള. ഈ സ്റ്റാർട്ടിങ് O എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്, A എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈക്വൽ ടു, ഇതെങ്ങനെയാണ് പറയുന്നത്? എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x² ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1/2 അപ്പർ ലിമിറ്റ് എക്സിന് 1 കൊടുത്തതാണ്, ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. തീർന്നിട്ടില്ല, അടുത്ത് നമുക്ക് അലോങ് AB ഫൈൻഡ് ചെയ്യണം. അലോങ് AB ഫൈൻഡ് ചെയ്യുമ്പം നോക്കിക്കേ, AB എന്ന് പറഞ്ഞാൽ 1 0യും 1 2, 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ
ഇമാജിനറി ആക്സിസിന് ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു രണ്ട് ലൈൻ വരയ്ക്കുമ്പം ഒരു പോയിന്റ് അവിടെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ ഏത് പോയിന്റ് അവിടെ കോൺസ്റ്റന്റ്, എക്സ് ആണോ വൈ ആണോ? എക്സ് ആണ് കോൺസ്റ്റന്റ്, എക്സ് 1, ഇവിടെ എക്സിൻ്റെ 1. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പം ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ സി റിയൽ ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ അല്ലേ. എക്സ് എന്ന് പറയുന്നത് 1 ആണ്, സോ ഞാൻ ഇവിടെ 1 കൊടുത്തു. ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് ഐ ഡി വൈ അല്ലേ. ദറ്റ് ഇസ് ഈക്വൽ ടു ഈ ഐനെ ഞാൻ അങ്ങ് പുറത്തേക്ക് എടുത്തു. അപ്പം ഇൻ്റഗ്രൽ ഡി വൈ, എനിക്ക് വൈയുടെ ലിമിറ്റാണ് വേണ്ടത്. നോക്കി, എ എന്ന് പറയുന്ന പോയിന്റ് വൈയുടെ വാല്യൂ 0, ബി എന്ന് പറയുന്ന പോയിന്റിൽ വൈയുടെ വാല്യൂ 2. ദറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വൈ ഈസ് വൈ, ലിമിറ്റ് ഈസ് ഫ്രം 0 to 2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2i എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് അത് എഴുതാത്തെ. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ സി റിയൽ ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഒ എ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എ ബി. രണ്ടും കണ്ടുപിടിക്കണമെന്നല്ലേ പറഞ്ഞേക്കണേ. ഒ എയുടെ ആൻസർ 1/2 ആയിരുന്നു, എ ബിയുടെ ആൻസർ 2i ആയിരുന്നു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 7 മാർക്കിന് ചോദിക്കാനായിട്ടൊന്നുമില്ല. ഈ സ്റ്റെപ്പ് എത്തുമ്പം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുക്കുമ്പം ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുമ്പം ഓരോന്ന് എടുക്കുന്നില്ലേ, ഇത് 1 മാർക്ക്, ലാസ്റ്റ് ആൻസർ എത്തുമ്പോൾ 1 മാർക്ക്, ഇവിടെയും ലാസ്റ്റ് ആൻസർ എത്തുമ്പോൾ 1 മാർക്ക്, ഇവിടെ 1 മാർക്ക്. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ആയിരിക്കും നമുക്ക് ബാക്കി മാർക്ക് വരുന്നത്, ഇൻ്റഗ്രേഷനൊക്കെ. അപ്പോൾ 1, 2, 3, 4, 5 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ 1 മാർക്ക് വരും, ഈ ഇൻ്റഗ്രേഷൻ 1 മാർക്ക്, അങ്ങനെയായിരിക്കും ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇന്ന് ഏറ്റവും ലാസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത് ഈ ടോപ്പിക്കിനകത്താണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -∞ to ∞ dx by x² + 1 the whole square dx using contour integration. ഇത് ഏത് ടൈപ്പാന്ന് പറഞ്ഞേ? ഇൻ്റഗ്രലിന് -∞ to ∞ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ പവർ എത്രയാണ്? ന്യൂമറേറ്ററിൻ്റെ പവർ എന്ന് പറയുന്നത് ഇല്ല, ന്യൂമറേറ്റർ ഇല്ലാത്ത കാരണം 0. ഡിനോമിനേറ്റർ പോളിനോമിയലാണ്, അതിൻ്റെ പവർ എത്രയാണ്? x² the whole square എന്ന് പറയുമ്പോൾ x⁴. അപ്പം ഡിനോമിനേറ്ററിൻ്റെ പവർ 4. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള പവറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത് എന്ത് ടൈപ്പാണ്? ടൈപ്പ് 2 ആണ്. അപ്പോൾ ടൈപ്പ് 2 ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുവാണ്. ഇൻ്റഗ്രൽ -∞ to ∞ dx by x² + 1 the whole square അല്ലേ. നമുക്ക് ടൈപ്പ് 2 യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പോകണം. അപ്പോൾ ടൈപ്പ് 2 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം എഴുതേണ്ടത് എന്തുവാണ്? ചൂസ് ഗാമ കൺസിസ്റ്റിംഗ് ഓഫ് റിയൽ ആക്സിസ് ഫ്രം -r to r and upper semicircle C such that mod z is equal to r. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ -∞ to ∞ dx by x² + 1 the whole square നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഗാമ dx എന്നുള്ളതിന് പകരം dz by x² + 1 എന്നുള്ളതിന് പകരം z² + 1 the whole square എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഗാമ f of z dz ആണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് എഴുതും. ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് Cauchy's residue theorem. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തുവാ? ഇൻ്റഗ്രൽ ഓവർ ഗാമ f of z dz എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. റെസിഡ്യൂ ഇൻസൈഡ് സി അല്ല, ഇവിടെ ഗാമയാണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പോൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ z² + 1 the whole square equal to 0 എന്ന് എഴുതി. അതിൽ നിന്ന് z² + 1 equal to 0 എന്ന് കിട്ടി. z² is equal to -1 എന്ന് കിട്ടി. അപ്പോൾ z² equal to -1 എന്ന് പറഞ്ഞാൽ എന്താ? z is equal to +or-i. ഇത് z² + 1 the whole square 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് z equal to +or-i വന്നത്. അപ്പോൾ അത് പോൾ ഓഫ് ഓർഡർ എന്തുവാണ്? പോൾ ഓഫ് ഓർഡർ 2. നമുക്ക് 2 മാർക്ക് കിട്ടുകയാണ് അവിടെ. ഈ സ്റ്റെപ്പ് നമ്മൾ എന്തുവാ? റിയൽ ആക്സിസ് ഫ്രം -r to r and upper semicircle C such that mod z equal to r എന്ന് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്കാണ്. അതനുസരിച്ച് ഈ z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതുമ്പോൾ 1 മാർക്കാണ്. Cauchy's residue theorem എഴുതിയപ്പോൾ 1 മാർക്ക്. പോൾ ഓഫ് ഓർഡർ 2 എന്ന് എഴുതിയതിൽ 1 മാർക്ക്. 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പോൾ അകത്താണോ പുറത്താണോ നോക്കാം. അപ്പം നമുക്ക് പോൾ അകത്താണോ പുറത്താണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു സെമി സർക്കിളാണ്. അപ്പം ഐ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 അകത്തും -1 പുറത്തുക. അപ്പോൾ അതവിടെ എഴുതിയാൽ മതി. z is equal to I lies inside gamma whereas z is equal to -I lies outside gamma.
ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പോയിന്റിന് മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോണേ? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐക്ക് മാത്രം ഫൈൻഡ് ചെയ്യാൻ പോണേ. ഇവിടെ ഓർഡർ 2 ആയത് കാരണം 1/2 - 1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ്. ഇത് റെസിഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫോമുല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യുന്നുണ്ട് ആ ഫോമുല എഴുതാത്ത, അല്ലെങ്കിൽ ഞാൻ ഓർഡർ n ആണെങ്കിലുള്ള ഫോമുല 1/n-1 factorial into limit z tends to a d raised to n-1 by d z raised to n-1 into z minus a the whole power n into f of z. ഇതാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z is equal to a. പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല. അപ്പോൾ അതനുസരിച്ച് ഇവിടെ z equal to a, n എന്ന് പറയുന്ന ഓർഡർ എന്താ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോമുല ലിമിറ്റ് z tends to i എന്ന് വരും. d/2 - 1 d/dz ആണ്. അടുത്ത z മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എഫ് ഓഫ് z ന്യൂമറേറ്ററിലൊന്നുമില്ല. അപ്പോൾ 1/z² + 1 ദ ഹോൾ സ്ക്വയറിനെയാണ് z പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണേ. അപ്പോൾ z മൈനസ് ഐ ദ ഹോൾ സ്ക്വയറും z മൈനസ് ഐ ദ ഹോൾ സ്ക്വയറും ക്യാൻസലായിപ്പോയി. ബാക്കി നോക്കിക്കേ, 1/2 - i എന്ന് പറഞ്ഞാൽ 1 ആണ്. ലിമിറ്റ് z tends to i d/dz ഓഫ് ഡിനോമിനേറ്റർ 1/z + 1 i ദ ഹോൾ സ്ക്വയർ എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് z പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു -2 എന്ന് ഞാൻ ഇട്ടോട്ടെ. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണേ, ലിമിറ്റ് z tends to i ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2 ഇൻറ്റു z പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു -3. ഇസഡിന് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? -2 ഇൻറ്റു ഐ പ്ലസ് ഐ, ദറ്റ് ഈസ് 2i ദ ഹോൾ റൈസ് ടു -3. ദറ്റ് ഈസ് ഈക്വൽ ടു -2/2i ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു -2/2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ i² ഇൻറ്റു i ആ. i² -1 ആണ്, സോ അത് -i ആ. ഓക്കെ, മൈനസും കൂടെ പ്ലസ് ആവും. 2 8 കൂടെ പോകുമ്പോൾ ഇവിടെ 4 ആവുന്നുണ്ട്. സോ എന്താ ആൻസർ? 1/4 എന്ന് നമുക്ക് ആൻസർ വരുന്നുണ്ട്. Therefore, integral over gamma f of z dz is equal to 2πi into sum of residue inside gamma 1/4i. I cancel ആയി. That is equal to pi/2 എന്ന് ആൻസർ ആയി. ഈ 2ഉം 4ഉം ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 2 വരുന്നുണ്ടേ. Therefore, integral നമുക്ക് integral over gamma f of z dzന്റെ ആൻസറല്ലേ കിട്ടിയേ. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന dxനാണ്. integral -∞ to ∞ dx by x² + 1 the whole square is equal to pi/2 എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആൻസർ എടുത്തിരണം. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ കാരണം ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലാതെ പെട്ടെന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ചത് കാരണം ചെയ്തിരുന്ന ഒരു പ്രോബ്ലമാണ്. പറ്റുവാണെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പാർട്സിയും കൂടെ ഞാൻ ചെയ്തിട്ട് തരാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് തരാം. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറഞ്ഞോട്ടെ. ലൈസ് ഇൻസൈഡ് ഔട്ട്സൈഡ് പറയുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടുന്നുണ്ട്. ഈ റെസിഡ്യൂ കറക്റ്റ് ആകുമ്പോഴേക്കും 1 മാർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്. ഇങ്ങനെയാണ് ഇവിടുത്തെ 8 മാർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡ്യൂവിൻ്റെ ഫോമുല ലാസ്റ്റ് ആൻസർ എത്തുമ്പോഴേ നമുക്ക് 1 മാർക്ക് കിട്ടുന്നുള്ളൂ. എങ്ങനെ നമുക്കിത് തെറ്റിപ്പോവുകയാണെങ്കിൽ ഈ റെസിഡ്യൂവിൻ്റെ ഫോമുല കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഈ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് അതൊക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് മാർക്ക് തന്നോളൂ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ പ്രോബ്ലവും ലാസ്റ്റ് ആൻസർ വരെ എത്തിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് സ്റ്റെപ്പ് മാർക്ക് ഉണ്ടെങ്കിലും മാർക്ക് കിട്ടും. അത് നമ്മളൊരു ചാപ്റ്ററിനെ കുറിച്ച് ഒരുവിധം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് എല്ലാ പ്രോബ്ലവും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒട്ടും ടൈമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ എനിക്ക് ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റായിരുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് കാരണം ഫസ്റ്റ് മോഡ്യൂൾ എനിക്ക് ഒന്നുമേ ചെയ്തു തരാൻ പറ്റുന്നില്ല. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ കൺഫോമൽ മാപ്പിംഗ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. തിയറി പോലെയാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ പറഞ്ഞു തന്നാൽ മാത്രമേ, കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൺഫോമൽ മാപ്പിംഗ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്.